നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 3-ാം വാരം ഉണ്ടായേക്കും. പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണും CV അനുമോദും ആണ് ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിനുവേണ്ടി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ മുസ്ലിം ലീഗ് ചുവരെഴുത്തടക്കം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു പടി UDF മുന്നിൽ നിൽക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ്, നിലമ്പൂരിൽ എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തിക്കൂട്ടെ, ഞങ്ങൾ സജ്ജമാണെന്ന് UDF ക്യാമ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. UDFിലെ ഘടകകക്ഷികളെല്ലാം തന്നെ മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവരുടെ നേതൃയോഗങ്ങളും പ്രവർത്തക സംഗമങ്ങളും എല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് UDF പറയുമ്പോൾ UDFിൻ്റെ മുഖ്യ ശക്തിയായിട്ടുള്ള മുസ്ലിം ലീഗ് അവിടെ പ്രചരണങ്ങൾക്ക് തന്നെ തുടക്കമിട്ടു എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അവിടെ ഇന്ന് രാവിലെ ചന്തക്കുന്നിൽ ലീഗ് പ്രവർത്തകർ ചുവരെഴുത്ത് വരെ UDFിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ UDFിലെ ക്യാമ്പ് ഈ പ്രചരണത്തിലൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെങ്കിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. VS ജോയി, ആരോൺ ഷൗക്കത്ത് എന്നീ രണ്ട് പേരുകളിൽ തട്ടി UDFിൻ്റെ ചർച്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. പരമാവധി സമവായ ശ്രമങ്ങൾക്കാണ് നേതൃത്വം നീക്കങ്ങൾ നടത്തുന്നത്. സീറ്റിനായി ജോയിയും ആരോൺ ഷൗക്കത്തും ഒരേപോലെ നേതൃത്വത്തിൽ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. VS ജോയി മത്സരിപ്പിക്കണമെന്ന് ഇപ്പോൾ UDFിൻ്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള PV അൻവർ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്ന ആ സമയത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. പിന്നീട് അദ്ദേഹം നിന്ന് മാറിയെങ്കിൽ പോലും അൻവറിൻ്റെ വാക്കുകൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രാധാന്യം നിലമ്പൂരിൽ UDF കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം ഇവിടെ അൻവറിന് ഏതൊരു സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള കരുത്തുണ്ട് എന്ന് UDF വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VS ജോയിക്കൊരു മേൽക്കൈയുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ആരോൺ ഷൗക്കത്തിനെ സംബന്ധിച്ച് അരുൺ മുഹമ്മദിൻ്റെ മകൻ, നിലമ്പൂരിൽ കാലങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ളയാൾ, അതിലുപരി ഒരിക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി, ഇങ്ങനെ സ്വാധീനത്തിൻ്റെ പല തലങ്ങളിലും അരുൺ ഷൗക്കത്തിനും അവിടെ നേതൃത്വ സമ്മർദ്ദത്തിലാക്കാനാകുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ചർച്ചയിൽ ഈ നേതൃത്വത്തിന് മുൻപിലുണ്ട്. നിലവിൽ തന്നെ ക്രിസ്ത്യൻ മത നേതൃത്വം അവർ ഒരു വിഭാഗം UDFിനോട് അത്ര രസത്തിലല്ല എന്ന വിവരങ്ങൾ അറിയാം. പല മുനമ്പം വിഷയമാവട്ടെ, വഖഫ് ബില്ലാവട്ടെ, അതിലൊക്കെ UDFിനോട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാൽ അത്തരത്തിലുള്ള അതൃപ്തി ഒരു പരിധിവരെ മറികടക്കുവാനും അവരുടെ പിന്തുണ ഉറപ്പിക്കുവാനും കഴിയുമെന്ന് UDF പറയുന്നു. അതേസമയം ആരോൺ ഷൗക്കത്തിനൊപ്പം ഉള്ളവർ പറയുന്നത് മുസ്ലിം സംഘടനകളുടെയും മത സാമുദായിക സംഘടനകളുടെയൊക്കെ പിന്തുണ ആരോൺ ഷൗക്കത്തിന് ലഭിക്കും, ലീഗിൻ്റെ ഒരു കലവറയില്ലാത്ത പിന്തുണ ലഭിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. തീർച്ചയായും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ സജീവമാണ്. അനുമോദം തുടരുക. VV വിനോദ് കൂടി ചേരുന്നുണ്ട്. ക്ഷമിക്കണം, VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നിലവിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെടുവാനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? അങ്ങനെ തന്നെയാണ് കാണുന്നത്. അടുത്ത ആഴ്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച നടത്തിയിരുന്നു. ഇവിടെയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഒരുക്കങ്ങളിൽ പൂർണ്ണ തൃപ്തിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയത്. ഏത് ദിവസവും തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. അത് അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കും. മെയ് അവസാന 3-ാമത്തെ ആഴ്ചയെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംബന്ധിച്ച് ഈ സൂചന ലഭിച്ചു കഴിഞ്ഞു. പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മറ്റ് സമരപരിപാടികളിലും അവരുടെ പ്രചരണ ഷെഡ്യൂളുകളിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാവരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അഭിലാഷ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ, അതായത് അനുമോദി സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ്. അവിടെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണല്ലോ പ്രധാനമായും ഈ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി വരുന്നത്. ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് അടക്കമൊക്കെ നൽകേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും സാധാരണ അങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യപ്പെടാറുള്ളത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടിയായിരിക്കാം പ്രഖ്യാപിക്കാനും ഒരുങ്ങുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ UDFിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച പേരുകളാണ് അനുമോദ് സൂചിപ്പിച്ചത്. മറുഭാഗത്ത് LDFിനെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് അവർ
നേരത്തെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നത് അറിഞ്ഞതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് വിവരം. സ്വതന്ത്രനെ അല്ലെങ്കിൽ എല്ലാവർക്കും സമ്മതനായ മറ്റൊരാളെ അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണോ ഇപ്പോഴും തുടരുന്നത് ഇടത് ക്യാമ്പിൽ? അഭിലാഷ, വളരെ ശരിയാണ്. ഇടതുപക്ഷത്തിൻ്റെ നീക്കം ഒരു സ്വതന്ത്രനെ പൊതുസമ്മതനായ ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ ഇടതുപക്ഷം കാത്തിരിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കട്ടെ എന്ന നിലയ്ക്കാണ്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് UDFൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒരുപക്ഷെ UDFലെ ഏതെങ്കിലും പ്രമുഖൻ മുന്നണി വിട്ടുപോരാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്തുണ കൊടുക്കുക എന്നൊരു തന്ത്രവും ഇടതുപക്ഷത്തിനുണ്ട്. അരുൺ ഷൗക്കത്തിനെ വരെ അവർ അത്തരത്തിലുള്ള ഒരു സാധ്യതാ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് എന്നത് കൂടി ഇടതുപക്ഷം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് ഇടതുപക്ഷം VS ജോയി ആണെങ്കിൽ അത്തരത്തിലുള്ള നീക്കം, അതല്ല അരുൺ ഷൗക്കത്താണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ അങ്ങനെ പരസ്പരം ഈ നിലയിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടക്കാമെന്നൊരു നിലപാടാണ് LDFനുള്ളത്. പല പേരുകളും സജീവമായി പരിഗണനയിലുണ്ട്. U ഷറഫ് അലി, അദ്ദേഹം നേരത്തെ പോലീസിലായിരുന്നു. അദ്ദേഹം കായിക മേഖലയിലാണ്, സ്പോർട്സ് കൗൺസിലിലാണ്. സ്വാഭാവികമായിട്ടും നല്ല ജനകീയനാണ്, അങ്ങനെ അദ്ദേഹത്തിന് പേരുണ്ട്. അതേപോലെ മാത്യു സെബാസ്റ്റ്യൻ, അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹം മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നും പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന നേതാവാണ്. ഷബീർ, അദ്ദേഹം DYFയുടെ ജില്ലാ നേതാവാണ്, നിലമ്പൂർ സ്വദേശിയാണ്. ഇതിനെല്ലാം അപ്പുറത്ത് പല സാധ്യത പേരുകളും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള 3-4 പേരുകളാണ് പ്രധാനമായിട്ടും പരിഗണന പട്ടികയിലുള്ളത്. അതൊന്നും അന്തിമമല്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത്, നിലനിർത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ വലിയ വെല്ലുവിളി തീർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് PV അൻവറിനെ പോലെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന, അവരുടെ കരുത്തായി നിന്നിരുന്ന ഒരാളും മറുവശത്തേക്ക് പോകുമ്പോൾ അതിനെ പ്രതിരോധിച്ച് ഈ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ മാത്രം മുൻനിർത്തി ഈ ഒരു നിലമ്പൂർ ബൈ ഇലക്ഷൻ വിജയിക്കുക എന്നുള്ള LDFനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കട്ടെ. UDFന്റെ സ്ഥാനാർത്ഥി അറിഞ്ഞതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും ചർച്ചയിലേക്ക് കടക്കാവുന്ന നിലപാടാണ് LDFന്റെ ഭാഗത്തുള്ളത്. BJPയും വലിയ വോട്ട് ബാങ്ക് ഒന്നുമില്ലെങ്കിൽ പോലും അവരുടെ കരുത്തറിയിക്കാൻ കഴിയുന്ന തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നവ്യ ഹരിദാസിൻ്റെ പേര് പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബില്ലും മുനമ്പം വിഷയമൊക്കെ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഷോൺ ജോർജിൻ്റെ പേര് വരെ BJPയുടെ സാധ്യതാ പട്ടികയിലുണ്ട് എന്നുള്ള തരത്തിലാണ് BJPയുടെ ഭാഗത്തുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിച്ച് ആ ഒരു വിജയ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് UDFന്റെ ഭാഗത്തെങ്കിൽ ഈ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകുമെന്നതുകൊണ്ട് തന്നെ അവിടെ ഏത് നിലയിലും വിജയം നേടുക, മണ്ഡലം നിലനിർത്തുക എന്ന തന്ത്രമാണ് LDFന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പല പ്രചാരണങ്ങൾ LDFന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ UDFന്റെ നീക്കങ്ങളെ എങ്ങനെ LDF പ്രതിരോധിക്കും, എങ്ങനെ മറികടക്കുമെന്നതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ലഭ്യമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, ബൈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഏറെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അടുത്ത മാസം 3-ാം വാരത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.